ഹായ് ഗൈസ്, ഇതിന്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി ആണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വിലയിടില്ല, കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ. അപ്പോൾ ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോ ഏത് സ്കിൻ ടോണിനാണ് പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്, കാരണം എനിക്കറിയില്ല. കാരണം എനിക്കറിയില്ല എന്റെ സ്കിൻ ടോൺ ഏതാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇത്ര ഞാൻ എടുക്കാറുണ്ട്, ഇതിനൊക്കെ കുറച്ച് എടുക്കാറുണ്ട്. 3 വിരൽ ഉപയോഗിക്കണം കഴിയും, അങ്ങനെയാണ് പറയാറ്. പക്ഷെ 3 വിരൽ ഉപയോഗിക്കാനുള്ളത് ഇതിനകത്ത് തീർന്നു കണ്ടാ, എത്രേ ഉള്ളൂ. 3 വിരൽ ഉപയോഗിച്ചാൽ ഇനി പുതിയത് പഠിക്കുന്ന വരും. ഓക്കെ, ഇവിടെ കുരുക്കളൊക്കെ കഴിച്ചാൽ നമുക്കറിയില്ല. അപ്പൊ കെട്ടിട്ട് ഞാൻ പറഞ്ഞു, സോറി, നമുക്ക് തോന്നിക്കണം. അപ്പൊ ഇതിട്ട് പിന്നെ ഇതെന്താ പറയുക, നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോ ഈ സാധനം കൊണ്ടുവന്നു. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത് കൊടുത്ത് അവള് ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പൊ ഞാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇത് പ്ലമ്മ ഷുഗർ എന്തോ അങ്ങനെ എന്താണിത്, ഇതെനിക്ക് ഇഷ്ടമാണ്. അതിൽ കൊണ്ടുവന്നിട്ട് ഞാനിത് ഏതോ ഒരു ബാഗിൽ വെച്ച് വെട്ടി പൊടിച്ചിട്ട് സാധനം കാണാൻ ഇത് പോയത്. അത് കഴിഞ്ഞ് ഞാനിത് മറന്ന് പുതിയത് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടി. അങ്ങനെ അത് എടുത്ത് വെച്ചിട്ട് ഇത് തീർന്നിട്ട് അത് എടുക്കാൻ മേടിച്ചു. ഇത് ഇങ്ങനെ എന്തെങ്കിലും ഇടാം, കളറൊന്നുമില്ലടാ, ഇങ്ങനെ സ്ട്രോബെറി ടേസ്റ്റ് ആണ് ഗൈസ്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്, സുഡിയോ ഒന്ന് വാങ്ങിയതാണ്. എനിക്കറിയില്ല കേട്ടോ, ഇത് ഷെയ്ഡ് നമ്പർ എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ശരിയാവില്ല ഗൈസ്, എനിക്ക് നെറ്റിന് ഐഡിയ ഇല്ല. ഇതിങ്ങനെ ഇങ്ങനെ ഇടണം, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ ഇടയിൽ നോക്കണ്ട, കാരണം എനിക്ക് എപ്പോഴും പറയും എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ അറിയില്ല. ഇത് മതിയോ ഗൈസ്? ഇത് വിളിച്ചില്ലേ, വേണമെങ്കിൽ ഇത് കൊണ്ടിട്ടാലോ? ഇടാറുണ്ട്. പിന്നെ ഞാൻ ഇതന്നെ എടുത്ത് ഇവിടെ കൊടുക്കും. എവിടെയെങ്കിലൊക്കെ ഇടാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും ചോദിച്ചു നോക്കട്ടെ. എനിക്ക് ഇടാന്നാണ് പറയണത്, അറിയില്ല കേട്ടാ. നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഇപ്പം കണ്ടിട്ട് ആരും അനുഗ്രഹിക്കും. ഒരു ദിവസം എന്റെ സ്റ്റോറേജ് തീർന്നു. അവിടെ സംഭവില്ലേ കണ്ണിന് മോളിൽ സംഭവിക്കാം. പിന്നെ എന്റെ ഇതൊക്കെ ഉണ്ട് പ്രൈമറൊക്കെ. പക്ഷേ ഇതൊക്കെ ലിറ്ററലി എനിക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ എന്റെ ഇതുണ്ട്, ഇതായി പ്രോപ്പൻസിലാണ് ഇങ്ങനെ ത്രെഡ് സൂപ്പറായിട്ടാ. പിന്നെ എന്റെ ബാക്കിൽ പിന്നെ പോകാം. ഉടുപ്പ് മറന്നട്ടാ, ഉടുപ്പ് മറന്നു. തലമുടി ഇങ്ങനെ കെട്ടണ്ടേ. ഞാൻ എപ്പോഴും ഇങ്ങനെ അയച്ചിടലൊക്കെ വെറ്റിയാക്കണം. ഇത്ര മതി ഗൈസ്, ഞാനിപ്പോ സുന്ദരിയായിട്ടുണ്ട്. ഇനിയിപ്പോ കൂടുതൽ വേണ്ട. അപ്പുറത്ത് ഭയങ്കര പാട്ട്. ഡ്രസ് മാറിയല്ല, ഡ്രസ് മാറിയിട്ടാണ് ഈ ഉടുപ്പൊന്നും ഗൈസ്. ഇതെങ്കിലേ സത്യമാരുടെ കേസ് അലക്കിട്ടില്ല. ഇത് മുമ്പ് ഇപ്പോൾ ഇട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അലക്കാൻ പറഞ്ഞു, അടക്കിയെടുത്ത് വെച്ച് കുഴപ്പമില്ല. ഇനി ഇത്ര പ്രശ്നം ഇട്ടിട്ട് അലക്കാം, റെഡി. അതെ, പ്രശ്നം വരാം. ഞാൻ റെഡിയായി ഗൈസ്. എൻ്റെ ഒരു വാച്ചുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഉടുപ്പുകൾ മാത്രമേ വാച്ച് ഇടാറുള്ളൂ. പക്ഷേ ഈ ഉടുപ്പിന് വാച്ച് ഭംഗിയില്ല. വേണം ഇനിയിപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചില്ലേ. ഇനി എനിക്ക് ത്രൂ ഔട്ട് ഇവിടുന്ന് അവിടെ എത്തണം വരെ ഷോ അത് ആ വാച്ച് ഇടായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് ട്രോമയാണ്. എന്നിട്ട് പിന്നെ പോയില്ലേ, പിന്നെ എപ്പോഴും ഞാൻ പറ്റും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. പാട്ട് നിർത്തി, കാരണം അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആണ്. സ്വന്തം പാട്ട് നിർത്തി. അപ്പോൾ നമുക്ക് പോവല്ലേ? കൊട്ടണ്ട ഞാനേ അപ്പം പിന്നെ വരാം. ഞാൻ ഇടണം. ഞാൻ ഭംഗി വെച്ചു എന്നാണ് തോന്നുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് സാധാരണ. എൻ്റെ മുടിയാണ് ഗൈസ് ഒരു ഭംഗിയില്ലാത്ത. ഞാൻ എന്ത് ചെയ്താലും ഒരു ഭംഗി ഉണ്ടാവില്ല. കണ്ടോ? പോവാം.